ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി പ്രീതിയെടുത്ത് പറയേണ്ട ഹായ് ചേച്ചി, വാവ് സൂപ്പർ, നോക്കിക്കോ ഈ പായസത്തിൽ ചേച്ചിയുടെ അമ്മായിമ്മ തല കുത്തി വീട് നോക്കിക്കോ. മനോരമാൻ്റെ അങ്ങനെ വീഴ്ത്താൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നണില്ല. ഈ പായസം കൊണ്ടൊന്നും അവരെ മെരുക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രുതി. ചേച്ചി പറ്റില്ലായിരിക്കും, പക്ഷെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. പതുക്കെ പതുക്കെ അവിടെ മനസ്സിലിടം നേടാൻ തന്നെ ഇത് തന്നെയാണ് കറക്റ്റ് മാർഗം എന്ന് പറഞ്ഞിട്ട് ശ്രുതി കുറച്ച് പായസം എടുത്ത് കുടിച്ചു നോക്കാം കേട്ടോ. ഓ, ഇത് എന്തൊരു ടേസ്റ്റ് ചേച്ചി, സത്യം പറ ഇതിലെന്തോ ഒരു സീക്രട്ട് ഉണ്ട്. ഇതിന് ചേച്ചി എന്തോ പ്രത്യേകം എന്തോ ചേർത്തിട്ടുണ്ട്. സത്യം പറ ചേച്ചി, ചേച്ചി ഇത് എങ്ങനെയാണ് പഠിച്ചത്? ഇത്ര സൂപ്പറായിട്ട് പായസം ഉണ്ടാക്കാൻ ചേച്ചി എങ്ങനെയാണ് പഠിച്ചത്? പറ ചേച്ചി എന്ന് പറയുമ്പോഴേക്കും ഇതിന് മധുരം ഇല്ലാഞ്ഞിട്ട് പോലും എന്തൊരു എന്തൊരു രുചിയായ പായസം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീതി പറയുന്നുണ്ട്, അതെ നമ്മുടെ അമ്മ ചേർക്കാറുള്ള നല്ല നല്ല കൂട്ടുകൾ തന്നെയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് സീക്രട്ട് കൂട്ടുകൾ കൂടി ചേർത്തു. അങ്ങനെ പറ, അതായത് ഇതിന് എത്ര രുചി. എന്തായാലും ഇത് ഷുഗർ ഫ്രീ പായസമാണെന്ന് ഒരു കുടിച്ചാൽ അറിയത്തേ ഇല്ല, അത്ര ടേസ്റ്റ് ഉണ്ട് ഈ നെയ്യ് പായസം. എന്തായാലും നോക്കിക്കോ, ഇന്ന് മനോരമാൻ്റെ മൂക്ക് കുത്തി ഇതിലേക്ക് വീഴും. മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പ്രീതി മോൾക്ക് ഇത്ര നല്ല പായസം ഉണ്ടാക്കാൻ അറിയാമോ, എൻ്റെ മരുമോൾ ഇത്ര നല്ലൊരു പാചകക്കാരിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിനെ പുകഴ്ത്തും. ഒന്ന് പോടി അവിടുന്ന് എന്ന് പ്രീതി പറയാണ്. ശേഷം നമ്മുടെ മനോരമയാണെങ്കിൽ, ഓ എന്തൊരു മണോ അത്, സഹിക്കാൻ പറ്റുന്നില്ലേ, അയ്യോ നെയ്യിൽ കശുവണ്ടിയും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ വറുക്കുന്ന മണം, അയ്യോ നെയ്യിൻ്റെ മണം അടിച്ചിട്ട് മൂക്കങ്ങ് വയ്യ, എന്തോ നെയ്യ് പായസമാണെന്ന് തോന്നുന്നു. ഹായ് നല്ല മണം എന്നൊക്കെ പറഞ്ഞ് മണത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് അഞ്ജലി വരുവാണ്. അഞ്ജലി ബേബി ഒന്ന് നിന്നേ എന്ന് പറയാണ്. എന്താ എന്താ ആൻറ്റി? അതെ, ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ടല്ലോ. ബാഡ് സ്മെല്ലോ? എവിടെ? ഇല്ലല്ലോ, ശരിക്കും നോക്ക്, നല്ല ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ട്. അയ്യോ ഇത് ബാഡ് സ്മെല്ലല്ല, നല്ല സ്മെല്ലല്ലേ, നെയ്യിൽ കശുവണ്ടിയും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ വറുക്കുന്ന മണം. ആ അത് നമ്മുടെ പ്രീതിയെ അടുക്കളയിൽ നെയ്പായസം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടിട്ടാ. ഓ അപ്പോൾ അടുക്കളയിൽ നെയ്യ് എല്ലാം അവൾ തീർക്കുമെന്ന് തോന്നുന്നല്ലോ. അഞ്ജലി ബേബി ഒന്ന് പോയി നോക്കിക്കേ എന്ന് പറയാണ്. ശരി ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അടുക്കളയിലേക്ക് പോവാണ്. അഞ്ജലിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ മനോരമ, അയ്യോ ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ, എന്താ ഒരു മണം, എൻ്റെ മൈ ഗോഡ് എനിക്ക് ഞാൻ ചത്തുപോകും മണം അടിച്ചടിച്ചെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ അഞ്ജലി അടുക്കളയിലേക്ക് പോകുന്ന, ഇവിടെ എന്താ ചേച്ചി അനിയത്തിയും കൂടിയിട്ട് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയണ്ട, അതെ മേഡം നമ്മുടെ പ്രീതി ചേച്ചി ഇത് അടിപൊളി നെയ്പായസം ഉണ്ടാക്കുക, അതും ഷുഗർ ഫ്രീ നെയ്പായസം, ആർക്ക് വേണമെങ്കിലും കുടിക്കാം. ആഹാ ഷുഗർ ഫ്രീ ആണോ? അതെ എന്ന് പ്രീതി പറയണ്. എങ്കിൽ കൊള്ളാലോ, എങ്കിൽ കുറച്ച് നമ്മുടെ കുഞ്ഞിനെ കൂടി കൊണ്ടേ കൊടുക്കും ശ്രുതി നീ എന്ന് പറയാണ്. ആ സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്, അതെ കുറച്ച് നെയ്പായസം എടുത്ത് നമ്മുടെ അശ്വിൻ സാറിന് ഒന്ന് കൊടുത്തു നോക്കാം, ചിലപ്പോൾ മനസ്സ് മാറി സത്യങ്ങളൊക്കെ അതിൻ്റെ തുറന്നു പറഞ്ഞാലോ, എന്തിനാ എന്നെ വഴക്ക് പറയണമെന്നുള്ള സത്യങ്ങൾ പറഞ്ഞാലോ. അതെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, കേട്ടോ പ്രീതി നിൻ്റെ അമ്മായിമ്മയ്ക്ക് മണം വന്നിട്ട് ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ, എന്നെ പറഞ്ഞയച്ചിരിക്കുക അടുക്കളയിൽ എന്താ നടക്കണമെന്ന് അറിയാനായിട്ട്. ഞാനതൊരു കാര്യം ചെയ്യട്ടെ പ്രീതി, പായസം ആയി എന്ന് പറയാണ്. അതിന് ഞാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരട്ടെ, പായസം വിളമ്പാവോ? ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എനിക്കാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് മനോരമയുടെ അടുത്തിട്ട്, ഓ എന്തൊരു മണമായത്, ഓ പായസത്തിൻ്റെ മണം അടിച്ചാൽ തന്നെ അറിയാം ഇത് ഭയങ്കര ഫാൻറ്റാസ്റ്റിക് പായസം തന്നെയായിരിക്കും, ഒരു രക്ഷയില്ലാത്ത പായസം എന്നൊക്കെ പറയാണ്. ആ സമയത്ത് മനോരമ പറയണ്ടേ, എനിക്ക് ബേബി നീ ആ പായസം കുടിച്ചു നോക്കിയേ, ഇത്ര നല്ലതാണെന്ന് പറയാനായിട്ട്. എൻ്റെ ആൻറ്റി ഇത് കുടിച്ചു നോക്കേണ്ട കാര്യമില്ല, മണത്താൽ അറിയില്ലേ നല്ല അടിപൊളി പായസമാണെന്ന്. അയ്യോ നെയ് പായസം സൂപ്പർ പായസം എന്നൊക്കെ പറയാണ്. അതിനുശേഷം നമ്മുടെ എനിക്ക് അടുത്ത് പ്രീതി വരുന്നുണ്ട്. പ്രീതി പറയുന്നുണ്ട്, അതെ പായസമായിട്ടുണ്ട്, എനിക്ക് വാ ആൻറ്റി വാ, പിന്നെ ഞാനൊന്നും വരുന്നില്ല നിൻ്റെ പായസം കുടിക്കാൻ. ആൻറ്റി വാ ആൻറ്റി പായസം കുടിക്കാം, പിന്നെ ഷുഗർ ആയിട്ടുള്ള പായസം എനിക്ക് കുടിക്കാൻ പറ്റില്ല, ഞാൻ ഡയറ്റാണെന്ന് അറിയില്ല നിനക്ക്. അതെ ഇത് ഡയബറ്റിക് പേഷ്യൻസിലേക്ക് കുടിക്കാൻ പറ്റിയ പായസം ആൻറ്റി, ഷുഗർ ഫ്രീ പായസം. ഷുഗർ ഫ്രീ പായസമോ? മധുരം ഇടാത്ത എന്ത് പായസം? ആൻറ്റി ഒന്ന് ആദ്യം കുടിച്ചു നോക്ക് എന്നിട്ട് അറിയാലോ. എനിക്ക് ബ്രോ വാ. വരുന്നു. എന്തായാലും ഇന്ന് പ്രീതി സിസ്റ്ററിൻ്റെ കൈപ്പുണ്ണ് എനിക്കറിയണം. അയ്യോ കൈപ്പുണ്ണല്ല കൈപ്പുണ്യം, കൈപ്പുണ്യം. എല്ലാവരും വരൂ പ്രീതി സിസ്റ്ററിൻ്റെ നെയ് പായസം കുടിക്കാം, എല്ലാവരും വരൂ, നല്ല അടിപൊളി പായസം, ഇറ്റ്സ് ഫാൻറ്റാസ്റ്റിക് പായസം, വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് പ്രീതി. അങ്ങനെ നമ്മുടെ എനിക്ക് പ്രീതിയുടെ തൊട്ട് പുറകിലായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പ്രീതിയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ശ്രുതിയെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാനായിട്ട്. ശ്രുതി ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നിട്ട് ഒരു കപ്പിൽ കുറച്ച് പായസമൊക്കെ ആയിട്ട് അശ്വിൻ്റെ അടുത്തേക്ക് പോകുവാണ്. ആ സമയത്ത് അശ്വിൻ പുറകിൽ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമായിരിക്കും. ശ്രുതി പായസമായിട്ട് തൊട്ട് പുറകെ നിൽക്കുന്നത് അശ്വിൻ കാണില്ല. അശ്വിൻ തിരിയുമ്പോഴേക്കും ശ്രുതിയുടെ കയ്യിലെ പായസം ഫുള്ളും അശ്വിൻ്റെ മേത്തേക്ക് വീഴണം. അയ്യോ എന്ന് പറയുമ്പോഴേക്കും വടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അഞ്ജലി അങ്ങോട്ട് വരുന്നത് അശ്വിൻ കാണുവാണ്. അയ്യോ നീ എന്തിനെത്ര ധൃതി പിടിക്കണത്, നോക്ക് നീ വഴക്കുണ്ടാക്കുമ്പോഴും പിണങ്ങുമ്പോഴൊക്കെ നിൻ്റെ മുഖം കാണാൻ നല്ല ഭംഗിയാണ്, ഞാനത് പറഞ്ഞു പോയി. അതേ പിന്നെ നീ എപ്പോഴും പിണങ്ങിയിരിക്കണല്ലോ എൻ്റെ അടുത്ത്.
ഇതെന്താ ഇത് പായസം എന്ന് പറയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പായസം കുടിക്കാം. ഇത് നീ ഉണ്ടാക്കിയ പായസമാണോ? അതെ എന്ന് ശ്രുതി പറയാണ്. എങ്കിൽ ഇവിടെ ഇരിക്കേ. അല്ല നിങ്ങൾ എന്നോട് ഒരു കാര്യം വേണ്ട വേണ്ട അതൊന്നും പറയണ്ട. ഇവളുടെ ഒരു കാര്യം ഒന്ന് പിണങ്ങുമ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞേ പിന്നെ എപ്പോഴും പിണങ്ങാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഈ പായസം ഒന്ന് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ ആ പായസം കുറച്ചെടുത്ത് കുടിക്കുകയാണ് ടീസ്പൂണിൽ. എന്തൊരു ടേസ്റ്റ് ഇതിൽ മധുരം ചേർത്തിട്ടില്ല, പക്ഷെ നല്ല മധുരമുണ്ട്, നീ ഉണ്ടാക്കിയത് കൊണ്ടിട്ടായിരിക്കും എന്ന് അശ്വിൻ പറയാണ്. ഇതൊക്കെ കേട്ട് അഞ്ജലിക്ക് നാണവും ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അത് പിന്നെ നിങ്ങൾ നേരത്തെ എന്നോട് അല്ലല്ല നീ അതൊന്നും പറയണ്ട, ഇപ്പം നമുക്ക് പായസം കുടിക്കാം, എന്നാൽ കുറച്ച് നീയും കുടിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ടീസ്പൂണിൽ കുറച്ച് പായസം എടുത്ത് നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുകയാണ്. ശ്രുതി അത് കുടിക്കുന്നുണ്ട്. ശ്രുതിയുടെ ചുണ്ടിലൊക്കെ ആകുമ്പോൾ അശ്വിൻ അത് തുടച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അഞ്ജലി അത് കണ്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് പുറത്താരും ഉണ്ടെന്ന്. അങ്ങനെ ശ്രുതി വാദിക്കാൻ നോക്കുമ്പോൾ അവിടെ അഞ്ജലി നിൽക്കുന്നത് കാണുകയാണ്. പെട്ടെന്ന് അഞ്ജലി അവിടെ നിന്ന് പോകുന്നുണ്ട്. അഞ്ജലി പോയി കഴിയുമ്പോഴേക്കും ശ്രുതി പറയേണ്ടത്, അതെ നിങ്ങളുടെ ചേച്ചി പോയി, നിങ്ങളുടെ അഭിനയം മതിയാക്ക്, എനിക്ക് കാര്യം അറിയണം, എന്തിനാണ് നിങ്ങൾ നേരത്തെ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ പറഞ്ഞതാണ് നീ പറഞ്ഞത്? അല്ല ഞാൻ കാരണം നിങ്ങൾ വിഷമിക്കേണ്ടി വന്നത്, ഞാൻ കാരണം നിങ്ങൾ എങ്ങനെയാണ് വിഷമിച്ചത് അതെനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറയാണ്. അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുകയാണ്. ഇല്ല ഞാൻ നിങ്ങളെ വിടില്ല, നിങ്ങൾ പറഞ്ഞേ പറ്റൂ, എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഒന്നില്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ വേദനിപ്പിച്ചു, ഏത് തരത്തിൽ വേദനിപ്പിച്ചു എന്നുള്ള സത്യങ്ങൾ നിങ്ങൾ എന്നോട് തുറന്നു പറയണം എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ ദേഷ്യത്തോടു കൂടി തന്നെ പുറത്ത് ബാൽക്കണിയിലേക്ക് പോകാട്ടോ. നിങ്ങൾ ഞാൻ അങ്ങനെയൊന്നും വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിന് തൊട്ട് പിന്നാലെ തന്നെ ശ്രുതിയും പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ പ്രീതി പായസം എടുക്കാൻ വേണ്ടി എല്ലാവർക്കും പാത്രമൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. നമ്മുടെ എനിക്കയും തൊട്ട് പിന്നാലെ മനോരമയും വരുന്നുണ്ട്. ആ സമയത്ത് മനോരമ പറയണ്ട, ഇതെന്തൊരു മണം പോലെ വരുന്നത്, ശരിയാണല്ലോ, എന്തോ കരി പിടിച്ച മണമാണല്ലോ എന്ന് പ്രീതിയും പറയാണ്. പെട്ടെന്ന് പ്രീതി നോക്കുമ്പോഴേക്കും ഗ്യാസ് ഇങ്ങനെ കത്തുവാട്ടോ. അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് പായസം നമുക്ക് അത് അടി പിടിച്ചു. അയ്യോ കണ്ടോ എനിക്ക് ബേബി, ഇതാണ് നീ പറഞ്ഞ അടിപൊളി മണമാണെന്ന്, കണ്ടില്ലേ, ഇവളെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തിട്ടുണ്ട്, നമ്മളെ അപമാനിക്കാൻ വേണ്ടി, നമ്മളല്ല എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ ഞാൻ ശ്രുതിയെടുത്ത് പറഞ്ഞതാ ഗ്യാസോ ഫോഫേൻ, അവൾ മറന്നുപോയി കാണുമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും അതെ അവൾ മറന്നുപോയി, നീയും അവളും കൂടി ഉണ്ടാക്കിയ പ്ലാനായത്, എന്നെ അപമാനിക്കാൻ കൊതിപ്പിച്ച് എന്നെ അപമാനിക്കാൻ ഉണ്ടാക്കിയ പ്ലാനായത്, ഇത് ഞാൻ വെറുതെ വിടില്ല, നോക്കിക്കോ എന്നൊക്കെ പറയണ്ടേ. നമ്മുടെ മനോരമ കരിഞ്ഞ പായസം അവിടെ നിന്ന് എടുത്ത് ഒരു തുണിയൊക്കെ കൂട്ടി പിടിച്ചിട്ട് അവിടെ നിന്ന് എടുക്കുക കേട്ടോ. ആ സമയത്ത് എനിക്ക് പറയണ്ടേ, എന്താ പ്രീതി സിസ്റ്റർ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എനിക്ക് ബ്രോ, ഇവിടെ പായസം ഞാൻ ശ്രുതിരത്ത് ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് നിങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നതാ. അയ്യോ അപ്പോൾ ശ്രുതിയും പ്രീതി സിസ്റ്ററും കുടുങ്ങുമല്ലോ, സാരില്ല നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാന്നേ. എങ്ങനെ പരിഹാരം ഉണ്ടാക്കാമെന്നാ മനോരമേൻ്റെ ഇത് പ്രശ്നമാക്കും. പ്രീതി സിസ്റ്റർ ടെൻഷൻ ആവല്ലേ, നമുക്ക് നോക്കാം, ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. അതേ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അശ്വിൻ്റെ അടുത്തേക്ക് ശ്രുതി പോവാണ്. അശ്വിൻ ആ സമയത്ത് ഗാർഡനിലെ പൂക്കളും പഴുത്ത ഇലകളൊക്കെ വെട്ടാൻ വേണ്ടി ഒരു കത്രിക എടുക്കുകയാണ്. ആ സമയത്ത് ശ്രുതി വരുന്നുണ്ട്. അയ്യോ കത്രികയുള്ള സമയമാണല്ലോ, ഇനി എന്നെ വെട്ടോ, എന്താവട്ടെ ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അതെ നിങ്ങൾ നേരത്തെ അങ്ങനെ പറഞ്ഞത് എന്താ, മര്യാദയ്ക്ക് പറ എന്ന് പറയുമ്പോൾ നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്ന് ചോദിക്കുകയാണ്. അതെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെ, നിങ്ങൾ സത്യം പറഞ്ഞേ പറ്റൂ, നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്, ഒന്നിനെങ്കിലും നിങ്ങൾ സത്യം പറയണം എന്ന് പറയാണ്. നീ എന്താ എനിക്ക് മാർഗ്ഗങ്ങൾ പറഞ്ഞു തരുവാണോ, നീ വിചാരിച്ചാൽ ഞാൻ പറയുമെന്നാണ് നിൻ്റെ വിചാരം? ഒരിക്കലും ഞാൻ പറയില്ല എന്ന് പറയണം. അതെ നിൻ്റെ ചേച്ചിയുടെ വേണ്ട പ്രീതി ചേച്ചിനെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട, പ്രീതി ചേച്ചിയെ ആകാശേട്ടൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു വന്ന പെൺകുട്ടിയാണ്, അതുകൊണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനി നിങ്ങൾ എന്ത് വിചാരിച്ചാലും അവരുടെ കുടുംബജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോണില്ല, പ്രീതി ചേച്ചിനെ ആകാശേട്ടൻ ഉപേക്ഷിക്കാനൊന്നും പോണില്ല എന്നാൽ നിൻ്റെ വിശ്വാസമാണോ? ഞാൻ വിചാരിച്ചാൽ നിൻ്റെ ചേച്ചിനെ ഈ സെക്കൻഡ് ഇവിടുന്ന് പറഞ്ഞയക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്നൊരു ബഹളം കേട്ട് അശ്വിനും ശ്രുതി നിലത്തേക്ക് നോക്കുമ്പോഴേക്കും നമ്മുടെ മനോരമ പ്രീതി എടുത്ത് പറയണ്ട, അതെ നിന്നെ വെച്ചേക്കിട്ട് നോക്കിക്കോ, നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കൂടി, ഇവിടുത്തെ മദറിലോ ഞാനാടി, ശരിക്കും ഞാനാ പറയണത്, നോക്ക് നിന്നെ ഞാൻ വെച്ചേക്കില്ല. അയ്യോ അത് ആൻറ്റി വേണ്ട നീ ഒന്നും പറയണ്ട, എന്നെ അപമാനിച്ചല്ലേ, നിന്നെ ഞാൻ വെച്ചേക്കില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അത് കാണുമ്പോൾ അശ്വൻ പറഞ്ഞിട്ട്, കണ്ടില്ലേ ഞാൻ നിൻ്റെ ചേച്ചിനെ പുറത്താക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് കണ്ടില്ലേ മനോരമ ആൻറ്റി തന്നെ പുറത്തായിക്കോളും, ഒരിക്കലും മനോരമ ആൻറ്റി നിൻ്റെ ചേച്ചിനെ സ്നേഹിക്കാനൊന്നും പോകുന്നൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവാണ്. അത് കേൾക്കുമ്പോൾ ശ്രുതിക്കും വല്ലാത്ത ടെൻഷൻ തോന്നുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.